നിങ്ങൾ അറിഞ്ഞിരുന്നോ? ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏപ്രിൽ 9 കേരളത്തിൽ ഇലക്ഷനാണ്. ഈ റമദാനിന്റെ അവസാന സമയത്ത് ഇലക്ഷനെ കുറിച്ച് എന്തിനാ പറയുന്നത് എന്ന് ചിലർക്ക് ആശങ്കയുണ്ടാകും. ഒന്നും പറയാനില്ല. ഇലക്ഷൻ നടക്കണം, നമ്മളെല്ലാവരും വോട്ട് ചെയ്യണം. നമ്മുടെ വിലപ്പെട്ട അവകാശമാണ് വോട്ട് ചെയ്യാനുള്ള നമ്മുടെ അധികാരം എന്ന് പറയുന്നത്. അത് നമ്മൾ ഏറ്റവും മാന്യമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം. ഇപ്പോൾ പറയാനുള്ളത് അതൊന്നുമല്ല. ഈ റമദാനിന്റെ അവസാന സമയത്ത് അങ്ങാടിയിലിരുന്നോ സോഷ്യൽ മീഡിയയിലോ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കയറുന്ന, പരസ്പരം കുറ്റവും കുറവും പറയുന്ന ആ ഒരു സ്വഭാവം മുഅ്മിനീങ്ങളായ ആർക്കും ഉണ്ടാകാൻ പാടില്ല. അത് മനുഷ്യത്വപരമല്ല എന്ന തിരിച്ചറിവ് ഉണ്ടാകണം. നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയെ അംഗീകരിക്കുന്ന ആളായാലും അനുകൂലിക്കുന്ന ആളായാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ മറ്റുള്ള രാഷ്ട്രീയക്കാരെ കുറിച്ച് അവരുടെ കുറ്റവും കുറവും പറഞ്ഞ് അവരെ തരം താഴ്ത്തി അവരെ ജനങ്ങളുടെ മുമ്പിൽ താറടിച്ചുകൊണ്ടല്ല നമ്മുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കേണ്ടത്. നമ്മുടെ പാർട്ടിയുടെ, നമ്മുടെ സ്ഥാനാർത്ഥിയുടെ വലിപ്പവും പോരിശയും അവർ ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ചും ഒക്കെ നിങ്ങൾ പറഞ്ഞു. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ട് ഈ റമദാനിന്റെ അവസാന സമയത്ത് നമ്മൾ നോറ്റ നോമ്പും നമ്മുടെ നിസ്കാരങ്ങളും നമ്മുടെ അമാലുകളും നഷ്ടമായി പോകുന്ന ഒരു ഗതികേട് ആരും വരുത്തരുത്. അത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും കാണുന്ന മെസ്സേജുകളെല്ലാം ഷെയർ ചെയ്യുന്ന, ഫോർവേഡ് ചെയ്യുന്ന ഒരു ശീലം നമുക്ക് നല്ലതല്ല. സുന്ദരമായ റമദാനിന്റെ അവസാന സമയം, പെരുന്നാൾ ദിവസം, അതെല്ലാം നന്മകൾ പറയാൻ നമ്മുടെ നാവ് ഉപയോഗപ്പെടുത്താം. റബ്ബ് തൗഫീഖ് തരട്ടെ.